കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകം സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ഈശോമിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പ്രസാദം നമ്മുടെ പ്രാർത്ഥനയുടെയും വിശ്വാസ ജീവിതത്തിൻ്റെയും ഒക്കെ വലിയ ഒരു ലക്ഷ്യമാണത്. ദൈവം നമ്മളിലെ പ്രസാദിക്കണം. ബൈബിളിലുമാണ് ഈശോയുടെ വാക്കുകളെ പരിശോധിക്കുമ്പോഴും ദൈവത്തിൽ നിന്ന് ഈശോയ്ക്ക് കിട്ടുന്നത് പ്രസാദമാണ്. ഇവനെൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ എത്രയും പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ജ്ഞാനസ്നാന വചനത്തോട് ബന്ധപ്പെട്ടാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 12:18 വരുന്നത്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. പ്രിയപ്പെട്ടവരിലെ ദൈവം ചെയ്യുന്നത് പ്രസാദമാണ്. ഈ പ്രസാദം ലഭിക്കാൻ ഈശോ ചെയ്ത ഒരു മെത്തേഡുണ്ട്, രീതിയുണ്ട്. അത് സ്വാഭാവികമായി ചെയ്യാവുന്നതിനേക്കാൾ ഉയർന്ന നിലവാരമുള്ള സമർപ്പണമാണ് ഈശോ ചെയ്ത ഒരു മെത്തേഡ്. അഥവാ അത് മെത്തേഡെന്ന് പറയാൻ പാടില്ലെങ്കിലും ഈശോയ്ക്ക് സംഭവിച്ചതിൻ്റെ തത്വം അതാണ്. എന്താണ്? മുറപ്രകാരമുള്ള ഹനനയാഗങ്ങളിലെ, സാധാരണ യാഗങ്ങളിലെ, ഹോമയാഗങ്ങളിലെ ദൈവം സംപ്രീതനായില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷമെന്ന് പറയുമ്പോൾ അത് സന്തോഷമല്ല, സങ്കടമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം ഈശോ നിറവേറ്റിയപ്പോഴല്ലേ ഈശോ ചോര വിയർക്കേണ്ടി വന്നത്. അപ്പം അത് സങ്കടമല്ലേ? പക്ഷേ ഈശോ സന്തോഷം എന്നാ വിളിക്കണം. അപ്പോൾ ചോര വിയർക്കുന്ന ഓരോ സിറ്റുവേഷനും ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്താൽ
നമ്മുടെ സങ്കടങ്ങൾ സന്തോഷമായി മാറും. അത് നമ്മൾ യോഹന്നാൻ്റെ 16-ാം അധ്യായമൊക്കെ വായിക്കുമ്പോൾ, അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണുകയില്ല, വീണ്ടും അല്പസമയം കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ കാണും, സത്യസത്യമായി ഞാൻ നിങ്ങൾ പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ നിങ്ങളുടെ സങ്കടം സന്തോഷമായി മാറുമെന്ന്. അതായത് പലപ്പോഴും ഒരു ദൈവ ഇഷ്ടത്തോടെ, ദൈവത്തിൻ്റെ ഇഷ്ടമായിട്ടൊരു വിഷയത്തെ കൺവേർട്ട് ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ ഇഷ്ടമാണെങ്കിൽ, ഇപ്പം ഈശോ പറയുന്ന പ്രാർത്ഥന എന്താണ്? കർത്താവേ, പിതാവേ, അങ്ങയ്ക്ക് ഇഷ്ടമാണെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ, അല്ലെങ്കിൽ ഇഷ്ടമല്ലെങ്കിൽ, അങ്ങയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പം ചില കാര്യങ്ങളെ കടന്നു പോകത്തില്ല. ചില സങ്കടങ്ങൾ നമ്മുടെ കൂടപ്പിറപ്പ് പോലെ മാറ്റാവുന്ന ദുഃഖങ്ങളുണ്ട്, മാറ്റാൻ പറ്റാത്ത ദുഃഖങ്ങളുണ്ട്. അതായത് മാറ്റാൻ പറ്റാത്ത എല്ലാ ക്ലേശങ്ങളിലും നിത്യജീവൻ ഇരിക്കുന്നുണ്ട്. അത് മാറ്റാൻ പറ്റാത്ത ക്ലേശങ്ങളെ കുരിശായിട്ടും കുരിശിനെ ദൈവഹിതമായിട്ടും സ്വീകരിക്കാനാണ് ഈശോ ഗെത്സെമനി വെച്ച് അവസാന പ്രബോധനം നൽകണത്. ഈശോയ്ക്ക് ചില ജീവിതത്തിൻ്റെ കുരിശ് മാറ്റാൻ പറ്റാതിരുന്ന കാരണം സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയാക്കി ഈശോ അതിനെ കൺവേർട്ട് ചെയ്ത്, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ എന്ന് ഈശോ പ്രാർത്ഥിച്ചു. അപ്പോസ്തലന്മാർ എപ്പോഴും പറയുമായിരുന്നു, കർത്താവ് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ദൈവം നമ്മളെയും പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നത്? മാറ്റാൻ പറ്റാത്ത പ്രയാസങ്ങൾ നമുക്ക് നൽകി അത് ദൈവനാമത്തിൽ എടുക്കാൻ വേണ്ടി വിശ്വാസ പരിശീലനം നൽകുമ്പോൾ ആ പ്രാർത്ഥന ദൈവം നമ്മളെയും പഠിപ്പിക്കുക. അപ്പോഴങ്ങനെ മാറ്റാൻ പറ്റാത്ത സകല സാഹചര്യങ്ങളെ സ്വർഗസ്ഥനായ പിതാവ് അപ്പോസ്തലന്മാരെ ഈശോ പഠിപ്പിച്ച പോലെ നമ്മളെയും പഠിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിയാൽ, ആ മനസ്സിലാക്കുന്ന സമയത്ത് വെച്ച് നീ കർത്താവിൻ്റെ അപ്പോസ്തലനായി മാറും. കർത്താവിൻ്റെ അപ്പോസ്തലനെ ശുദ്ധീകരണ സ്ഥലമില്ല, അവൻ വിശുദ്ധനാണ്. നിങ്ങൾക്ക് മാറ്റാനാവാത്ത ചില ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നതിനാകാം. നിങ്ങളവർക്കും നിങ്ങളുടെ ആൻറ്റിയുടെ മക്കൾക്ക് അതില്ലല്ലോ, അനിയത്തിയുടെ മക്കൾക്ക് അത് ഈ അസുഖമില്ലല്ലോ, എൻ്റെ മക്കൾക്ക് മാത്രമാണല്ലോ ഈ അസുഖം, അല്ലെങ്കിൽ എനിക്ക് മാത്രമാണല്ലോ ഇത്തരം ക്ലേശം, ഞാനാണല്ലോ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്നൊക്കെ ചിന്തിക്കും. അപ്പോഴും നമുക്കൊരു എത്തും പിടിയും ഉത്തരവും കിട്ടത്തില്ല. ഇപ്പം നിനക്ക് ഉത്തരമായിരിക്കുകയാണ്. എന്താണ് നിൻ്റെ ഉത്തരം? നിത്യജീവൻ നിനക്ക് ഉറപ്പായിരിക്കുന്നുവെന്ന്. അതുകൊണ്ട് എൻ്റെ ദൈവവേദലെ മാറ്റാൻ പറ്റാത്തത് എല്ലാത്തിനെയും ഈശോ കുരിശെന്ന് വിളിച്ച് ദൈവത്തിൻ്റെ ഹിതമായിട്ട് അത് സ്വീകരിച്ചെങ്കിൽ, മാറ്റാൻ പറ്റാത്ത പ്രകാശമാണ് നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ നിമിഷം അത് നീ ദൈവത്തിൻ്റെ ഹിതമായിട്ട് തിരിച്ചറിയുക മാത്രമല്ല, അത് നിത്യജീവൻ ഉറപ്പ് വരുത്തിക്കൊണ്ട് ഈ ഭൂമിയിൽ നീ ഫുൾ എമൗണ്ട് പേ ചെയ്തിരിക്കുന്ന അഡ്വാൻസ് അല്ല. നമ്മുടെ ജ്ഞാനസ്ഥാനമൊക്കെ നിത്യജീവൻ്റെ അഡ്വാൻസാണ്. ജ്ഞാനസ്ഥാനത്തെക്കുറിച്ച് പറഞ്ഞത് എന്താണ്? ഇറ്റ്സ് ആൻ അഡ്വാൻസ്, അച്ചാരമാണത്. എന്താണ് അച്ചാരം എന്ന് പറയുന്നത്? ഉത്ഭവദോഷം നീക്കി, കർമ്മദോഷം അത് നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളുമാക്കി തീർക്കുന്ന കൂദാശയാണ് ജ്ഞാനസ്ഥാനമെങ്കിൽ, ആ ജ്ഞാനസ്ഥാനം എന്ന് പറയുന്നത് ദൈവശാസ്ത്രപരമായിട്ട് അതൊരു അഡ്വാൻസാണ്. വെള്ളം അതിലുപയോഗിക്കുന്നത് സഹനത്തിൻ്റെ പ്രതീകമാണ്, യേശുവിൻ്റെ മരണത്തിൻ്റെ പ്രതീകമാണ്. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിച്ച് സഹനം അനുഭവിച്ച് അത് യേശുവിൻ്റെ നാമത്തിന് വേണ്ടി സഹിച്ച് നമ്മൾ ആത്മാവിനെ ശുദ്ധീകരിച്ച് ആ യേശു ക്രിസ്തുവിനെ വീണ്ടെടുത്ത നിത്യജീവനിൽ പങ്കാളികളാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജ്ഞാനസ്ഥാനത്തെ വെള്ളത്തിൽ മുക്കിപ്പോക്കുന്നത്. ആ വെള്ളത്തിൽ മുക്കിപ്പൊക്കുന്നത് ഇങ്ങനെ ജീവിത അവസാനം വരെ ദൈവം ചെയ്യുന്നുണ്ട്. എനിക്കൊരു ജ്ഞാനസ്ഥാനം സ്വീകരിക്കാനുണ്ടെന്ന് ലൂക്ക 12:50 പറയുമ്പോൾ ഈശോ ജ്ഞാനസ്ഥാനം ഈശോവിൻ്റെ കുരിശുമരണമാണെങ്കിൽ എല്ലാ സഹനത്തെയും ഈശോ ജ്ഞാനസ്ഥാനം എന്നാണ് വിളിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാ സഹനത്തിലൂടെയും ആത്മാവിനെ ദൈവം ശുദ്ധീകരിച്ചിരിക്കുന്നത്. ചില ആൾക്കാർ വെള്ളത്തിൽ തന്നെയാണ്, അവർക്ക് കുറച്ച് ഇടവേളകൾ കിട്ടാറുള്ളൂ. നിത്യമായി ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ദൈവഹിതമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നിത്യത അഡ്വാൻസ് അല്ല, നിങ്ങൾ ഫുൾ എമൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അത് ഒരു വെളിപാട് പോലെ ഇപ്പോഴും നീ തിരിച്ചറിയണം.
നിനക്ക് പലർക്കും അതായത് 95% ആൾക്കാർക്ക് ജ്ഞാനസ്ഥാനം പോലെയുള്ള സഹന സാഹചര്യങ്ങൾ അഡ്വാൻസ് ആകുമ്പോൾ ദൈവത്തിനെ മാറ്റാൻ പറ്റാത്ത ദൈവത്തിന് സഹനങ്ങൾ അനുഭവിക്കണം. നീ അത് യേശുക്രിസ്തുവിനെ പോലെ ദൈവത്തിൻ്റെ ഹിതമായ കുരിശ് ഏറ്റെടുക്കുമ്പോൾ ജീവിതകാലം മുഴുവൻ നീ അനുഭവിക്കേണ്ടി വരുമ്പോൾ അത് നീ ഫുൾ എമൗണ്ട് നീ പേ ചെയ്യുകയാണ്. ദൈവരാജ്യത്തിൻ്റെ ഉടമസ്ഥയായി നീ മാറിയിരിക്കുന്നു. നീ സഹനങ്ങളിരിക്കുന്ന മക്കളെ ഈ നിമിഷം തന്നെ സന്തോഷിച്ചുകൊണ്ട്, ഞാൻ ആദ്യം പറഞ്ഞ പ്രസാദം മാത്രമല്ല, ഈ നിമിഷം മുതൽ നിത്യപ്രസാദത്തിലേക്ക് നീ കരകയറിയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവ് അനീതി നിന്നോട് ചെയ്തിട്ടില്ല. നിന്നോട് വലിയ സ്നേഹവും കാരുണ്യമാണ് പ്രദർശിപ്പിക്കുന്നത് ഈ സഹന സാഹചര്യത്തിലൂടെ. നല്ലവനായ ഈശോയെ, അങ്ങനെ മക്കൾക്ക് ഇപ്പം നൽകിയിട്ടുള്ള ഉൾക്കാഴ്ചകൾ, അവർക്കിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹന സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള ആത്മക്കരുത്ത്, ആത്മശക്തിയായി അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ജീവിത സഹനങ്ങളെ ഏറ്റെടുക്കാൻ, ജീവിത ദുരിതങ്ങളെ ഏറ്റെടുക്കാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ കരുത്തും ശക്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, 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 യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. സ്വർഗ്ഗം തുറന്നു നീ പറന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ. ചേർന്ന് പാടാം. സ്വർഗ്ഗം തുറന്നു നീ പറന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ. ആത്മാവേ, ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി. ആത്മാവേ, ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. സ്വർഗം തുറന്നു നീ പറന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ. സ്വർഗം തുറന്നു നീ പറന്നിറങ്ങണമേ, പരിശുദ്ധാത്മാവേ അഭിഷേകം തരണേ. ആത്മാവേ, ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ, ആത്മാവേ ഞങ്ങളിൽ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ ജീവിത ദുരിതങ്ങളെ സമർപ്പിക്കുന്നു. കടഭാരത്തിൽ കഴിയുന്നവരെ സമർപ്പിക്കുന്നു. കടങ്ങൾ മൂലം വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു. വായ്പ കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്തവരെ സമർപ്പിക്കുന്നു. സാമ്പത്തിക ഞെരുക്കമുള്ളവര്, ഭവനത്തിന്റെ പണി ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കാത്തവര്, സന്താനരഹിതരായ അവസ്ഥയിൽ കഴിയുന്നവര്, കാലങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈശോയെ സഹനങ്ങൾ ഏറ്റെടുക്കുന്ന ദൈവമേ, ഞങ്ങളുടെ ജീവിത സഹനങ്ങൾ നിരവധിയാണ് കർത്താവേ. എണ്ണിയാൽ തീരാത്ത സഹനത്തിലൂടെ ഞങ്ങൾ കടന്നു പോകുന്ന കർത്താവേ, ശക്തി നൽകണമേ. ഈശോയെ സമർപ്പിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ക്ലേശകാലങ്ങളെ എങ്ങനെയാണ് ദൈവം വീക്ഷിക്കുന്നത്? സുവിശേഷത്തിൻ്റെ പ്രകാശത്തിലെ നമ്മുടെ ഇരുളിൻ്റെ ജീവിതത്തിലുള്ള ദൈവ മനസ്സുകളെ വെളിപ്പെടുത്തുകയായിരുന്നു. ആ ക്ലേശങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിലും ദൈവം ചില സമയത്ത് എൻ്റെ സാന്നിധ്യം വെളിവാക്കാൻ വേണ്ടി ഒരാശ്വാസം നമുക്ക് തരും, ഒരടയാളമായി, ഒരു സാക്ഷ്യമായി. അത് കേൾക്കുന്നവരും തങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ജീവിതത്തിൽ സംഭവിക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ ഞങ്ങളെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സാക്ഷ്യം നമ്മൾക്ക് പ്രാർത്ഥനാപൂർവ്വം കേൾക്കാം. എൻ്റെ പേര് കുഞ്ഞുമോൾ. ഞാൻ എഴുപിനയിൽ നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ പേര് ജോസഫ്. ഞങ്ങൾക്ക് 8 വയസ്സുള്ള ഒരു മോളുണ്ട്, അലീന. എൻ്റെ ഹസ്ബൻഡിന് ബ്ലഡ് ക്യാൻസറാണ്.
അപ്പോൾ RCCയിൽ 8 മാസമായിട്ട് ചികിത്സയിൽ കഴിയുകയായിരുന്നു. 75% ശരീരത്തെ ബാധിച്ചിരുന്നു. ഡോക്ടറിന് ഒരു ഉറപ്പുമില്ലായിരുന്നു. ചേട്ടനെ തിരിച്ചു കിട്ടുന്നത് പോലും ഒരു ഉറപ്പുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് കീമോ എല്ലാം ചെയ്ത്, കീമോയാണ് ചികിത്സ. കീമോ എല്ലാം കഴിഞ്ഞ് ബോൺമാരോ ടെസ്റ്റ് ചെയ്തു. ബോൺമാരോ ടെസ്റ്റിലൂടെ ഈ അസുഖമൊന്നും കുറഞ്ഞിട്ടില്ല, അതേപടി തന്നെ അസുഖം ഇരിക്കുന്നു. അപ്പോൾ ഭയങ്കര ഒത്തിരി വിഷമിച്ചിരിക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോഴാണ് ആലപ്പുഴയിലെ ആൻറ്റിയുടെ മോള് ഞങ്ങളോട് പറഞ്ഞത്, ചേച്ചി കൃപാസനത്തിൽ വാ, ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞ്. ഒക്ടോബർ 4-ാം തീയതി ഞങ്ങൾ ഉടമ്പടി എടുത്തു, കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് ഉപവസിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുകയാണ് ഒക്ടോബർ 17-ാം തീയതി ബോൺമാരോ ടെസ്റ്റ് ചെയ്തു. ബോൺമാരോ ടെസ്റ്റിലൂടെ അസുഖം 75% എന്നുള്ള അസുഖം വെറും 3% മാതാവ് കുറച്ച് തരികയും ചെയ്തു. ഡോക്ടറിനെ കൊണ്ടേ കാണിക്കുകയും ടെസ്റ്റെല്ലാം ഡോക്ടറിനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇനി ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല, അസുഖം മാറി, ഇനി ജനുവരി ചെക്കപ്പിന് മാത്രം വന്നാൽ മതിയെന്ന് ഡോക്ടർ പറയുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി ഞങ്ങൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയൊരു സാക്ഷ്യമാണ് കേട്ടത്. ഇങ്ങനെ ഈ ശുശ്രൂഷയിൽ അനേകം സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കും. അനേകം സാക്ഷ്യങ്ങൾ നമ്മൾ ഇതൊക്കെ മുമ്പ് കേട്ട് കഴിഞ്ഞു. അതെല്ലാം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അടയാളം എന്താണ്? ദൈവം ആശ്വാസമായി, സൗഖ്യമായി, നിൻ്റെ സാന്ത്വന അഭിഷേകമായി ഇപ്പോഴും നിൻ്റെ കൂടെ, നമ്മുടെ കൂടെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നുവെന്നുള്ള വലിയ ബോധ്യങ്ങളിലേക്ക് നമ്മൾ വരണം. ആ ബോധ്യം നമ്മളെ സാക്ഷികളാക്കി മാറ്റും. ആരാധനയിൽ ഈശോ വരുമ്പോൾ അതുപോലെയുള്ള കർത്താവെ നിന്നെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയുള്ള അനുഗ്രഹം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അപ്പോൾ ദൈവത്തിനത് പ്രസാദാത്മകമാകും. കർത്താവിനെ സാക്ഷ്യപ്പെടുത്താൻ, മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ആരാധന കൂടുന്നത് എന്ന് അറിവ് സുവിശേഷവിഹിതമായി പരിശോധിച്ചാൽ ആ ദൈവത്തിൻ്റെ മഹത്വം വർദ്ധിക്കുകയും നിന്നോടുള്ള പ്രസാദത്തിന് കാരണമാവുകയും ചെയ്യും. ആ ഒരു ബോധ്യത്തോടുകൂടി നമുക്ക് പ്രാർത്ഥനാപൂർവം ഭക്തിപൂർവ്വം ഈശോ സാന്നിധ്യത്തിൻ്റെ ആരാധനയിലേക്ക്, ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ലവനായ ഈശോയെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ ആരാധനയെ ആശ്രയിച്ചുകൊണ്ട് സാന്ത്വനാഭിഷേകത്തിലെ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ ആരാധനയിൽ നോക്കിപ്പാർത്തുകൊണ്ട് അനേകം മക്കൾ കർത്താവേ വിവിധ രാജ്യങ്ങളിലെ ഈ ആരാധന കൂടുകയാണ്. ദൈവമേ, അവരെല്ലാം ഞങ്ങളിപ്പോഴും മനസ്സിൽ ഓർക്കുന്നു. ഇപ്പോഴ് കർത്താവ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഇപ്പോഴും ഞങ്ങളെ ഈ ആൾത്താറയിൽ ഇപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കാൻ. ഈശോ, ഞങ്ങൾ ഭൂമിയിലെ അനാഥരും പരിത്യക്തരുമാണെന്ന് കർത്താവേ എബ്രായ ലേഖനത്തിൻ്റെ കർത്താവ് വിശ്വാസത്തിൽ എപ്പോഴും അനുസ്മരിപ്പിക്കുന്നത് ഞങ്ങളിപ്പോഴ് പ്രാർത്ഥനയാക്കി അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ഞങ്ങൾ അനാഥരാണ്. ഈ ഭൂമിയിൽ ഞങ്ങൾ അനാഥരെപ്പോലെ ജീവിക്കുന്നത് കർത്താവെ നിന്നെ ഓർത്തിട്ടാണ്. നിന്റെ വചനങ്ങൾ പാലിച്ച് സാക്ഷികളായി ജീവിക്കുന്ന അനേകായിരങ്ങൾ ഇന്ന് സഭയുടെ സമ്പത്താണ്. കർത്താവ് ആരാധനയെ പങ്കെടുക്കുമ്പോൾ അങ്ങയുടെ മക്കൾ തന്നെ കർത്താവെ വിശ്വാസത്തിൻ്റെ വലിയ സാക്ഷികളായി നിന്റെ തിരുസന്നിധിയിൽ ആരാധിക്കുകയാണ്. കർത്താവെ, എങ്കിലും കർത്താവെ അവരെ ആശ്വസിപ്പിക്കണമേ. ധ്യാന ശുശ്രൂഷയിൽ ഞങ്ങൾ കേട്ടതുപോലെ ഇടക്കും തലക്കും കർത്താവെ നിൻ്റെ സാന്നിധ്യം സൗഖ്യമായി അടയാളപ്പെടുത്തപ്പെടുമ്പോൾ ഞങ്ങളുടെ വഴിയാത്രയിൽ നീ ഇടക്ക് സഹയാത്രികനായി
ഞങ്ങളുടെ കരം ഗ്രഹിച്ച് നടക്കുന്ന പോലെയുള്ള ഒരു ഉറപ്പാണ് കർത്താവേ ഞങ്ങൾ ആന്തരികമായി അനുഭവിച്ചിട്ടുള്ളത്. ഇപ്പോഴനുഭവിക്കാൻ കൊതിക്കണം അത് തന്നെയാണ് ഈശോയെ. ഇപ്പോഴാരാധനയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളെ നീ സ്പർശിക്കണേ കർത്താവേ. ജോലിയില്ലാത്തവർ കർത്താവേ, കുടുംബത്തിന് വരുമാന മാർഗമില്ലാത്തവർ കർത്താവേ, ഈ കുടുംബത്തിൽ കർത്താവെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ. കൃപാസനത്തിൻ്റെ മുഴുവനായ ആരാധനകൾ, ഇവിടെ നടക്കുന്ന അനേക കാര്യങ്ങൾ പങ്കെടുക്കുന്ന പല പല ധ്യാനങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനകൾ, ഉടമ്പടി പ്രാർത്ഥനകളുടെയും അഖണ്ഡ ജപമാലയുടെയും ആധാരങ്ങൾ, അതുപോലെ തന്നെ കർത്താവെ ഞങ്ങളുടെ മരിയൻ കൃപാഭിഷേക ധ്യാനം, അവിടെയെല്ലാം പങ്കെടുക്കുന്നവരുടെ മധ്യസ്ഥ പ്രാർത്ഥനയോട് ചേർത്ത് ഈ ആരാധനയിൽ കർത്താവെ എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്താവ് വിവാഹം ഒത്തുവരാത്തവർക്ക് വേണ്ടി, മക്കളില്ലാത്തവർക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്നു ഈശോയെ. കർത്താവ് ഈ നിമിഷം കർത്താവെ ടി വിയിൽ പോലും കർത്താവെ ശക്തി നിറഞ്ഞു നിൽക്കുന്ന സമയമാണിത് കർത്താവ്. അത് പങ്കെടുക്കുന്ന ഈ കുടുംബത്തിൽ കർത്താവ് നിൻ്റെ കൃപ നിറയണ സമയമാണ് ഈശോയെ. ഈ കുടുംബത്തിൻ്റെ ഓരോ നിയത കുടുംബത്തിൽ ചെല്ലുമ്പോഴും കർത്താവെ ആ കുടുംബത്തിന് സമാധാനം ആശംസിക്കാൻ നീ കർത്താവെ കൽപ്പിച്ചിട്ടുണ്ട് കർത്താവെ. നിൻ്റെ വചനപ്രകാരം ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന കുടുംബത്തിലേക്ക് സമാധാനം കർത്താവ് ഞങ്ങൾ ആശംസിക്കുന്നു കർത്താവെ. ആ സമാധാനം ഇപ്പോഴും ഈ മക്കൾ കർത്താവെ ഈ കുടുംബത്തെ അനുഭവിക്കാൻ ഇടയാക്കണമെന്ന് കർത്താവെ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നെ സ്തുതിക്കുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശക്തമായിട്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ സമർപ്പിക്കുന്ന കർത്താവെ എല്ലാ കുടുംബങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ ആരാധന. കരങ്ങൾ ഉയർത്തി കൈ വീശിക്കൊണ്ട് ആരാധന, ആരാധന, പരിശുദ്ധ ആരാധനയും നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കും. നേരവും ആരാധനയും സ്തുതിയും നല്ലവനായ ഈശോയെ കർത്താവേ, കിടപ്പ് രോഗികള്, മാരകമായ രോഗങ്ങളാൽ അകപ്പെട്ടിരിക്കുന്നവര്, ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവര്, ആ മരുന്ന് വാങ്ങാൻ പണമില്ലാത്തവര്, കർത്താവ് മരുന്ന് വാങ്ങിക്കൊടുക്കാൻ ഇല്ലാത്തവര്, അതിൻ്റെ പേരിൽ കർത്താവെ മാനസികമായ പീഡകൾ അനുഭവിക്കുന്നവരുണ്ട് ഈശോയെ. മരുന്ന് വാങ്ങി നൽകണമില്ല, രോഗികളെ ആക്ഷേപിക്കുകയും സ്വന്തം അപ്പനും അമ്മയുമായ പോലും കർത്താവെ കറുത്ത മുഖത്തോടെ രോഗിയോട് പെരുമാറി അവിടെ മനസ്സിടിച്ച് കളയുന്ന മക്കളുണ്ട് കർത്താവെ. അവിടെ മനസ്സാന്തരത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. ഈശോ അവരെല്ലാം സ്പർശിക്കണം കർത്താവെ. ആ രോഗികളെ കർത്താവെ മക്കളെ ആശ്രയിക്കുന്നതിന് പകരം നിന്നെ ആശ്രയിക്കുന്ന ആരാധന നിമിഷങ്ങൾ കർത്താവെ അവരെ സുഖപ്പെടുത്തണം. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, മാരക രോഗങ്ങൾ സുഖപ്പെടുത്തി നന്ദി പറയുന്നു കർത്താവേ. തൈറോയ്ഡ് രോഗങ്ങൾ സുഖപ്പെടുത്തുന്നതിനോട് നന്ദി പറയുന്നു. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഏറ്റെടുത്ത് നന്ദി പറയുന്നു. ആരാധന ദൈവമേ, ആരാധന, ആരാധന, പരിശുദ്ധ യേശുവേ, ആരാധന, ദിവ്യകാരുണ്യമേ, ആരാധനേ, കരുണാർദ്ര സ്നേഹമേ, ആശ്വാസമേ, താതനും പുത്രനും പാവനാത്മാവിനും എന്നെന്നും ആരാധന. ഓ, എന്നെന്നും ആരാധന. പ്രിയമുള്ളവരെ, നമ്മളെ ഈ നിമിഷമെല്ലാം അനുഗ്രഹിച്ച ഈശോയാണ് ഇപ്പോൾ നിനക്ക് ആശീർവാദം നൽകാൻ പോകുന്നത്. ദൈവവേദനെ അതീവ ഭക്തിയോടുകൂടി നിനക്ക് ശിരസ് നമിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം വാങ്ങിക്കാം. കർത്താവേ, ആശീർവാദ നിമിഷങ്ങളിലും കർത്താവേ അങ്ങേ ആശ്രയിക്കുന്ന മക്കളെ കർത്താവേ നീ ആശ്വസിപ്പിക്കണേ ഈശോ.
ഈ ആശീർവാദം നടക്കുമ്പോൾ കർത്താവേ, കർത്താവേ, നിന്നെ സ്പർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന മക്കൾ കർത്താവേ, സാക്ഷ്യം പറയാൻ സാധിക്കുന്ന രീതിയിൽ കർത്താവേ, നീ അവരെ സുഖപ്പെടുത്തുകയും സമാധാനപ്പെടുത്തുകയും ചെയ്യണമേ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ചുകൊണ്ട് കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് പറഞ്ഞ ദൈവം നിങ്ങളെ ആശീർവദിക്കാൻ. കരങ്ങൾ ഉയർത്തി മനമുയർത്തി ശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കടഭാരമാകുന്ന ജീവിത വിഷമതകൾ സമർപ്പിക്കുന്ന കർത്താവേ, മാറ്റപ്പെടാത്ത ദുഃഖങ്ങളാകുന്ന കുരിശുകൾ കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗപീഠകളായി കർത്താവേ ഞങ്ങളെ ഞങ്ങളെ ചുമന്നുകൊണ്ടിരിക്കുന്ന ജീവിത കുരിശുകളെ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്ന കർത്താവേ, ക്ലേശങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, ദുഃഖങ്ങളെ സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവേ കടപ്പേർ കഴിയുന്നവര്, ആത്മഹത്യ ചെയ്യണമെന്ന് പോലും ചിന്തിക്കുന്നവരെ, മാരക രോഗത്തിൽ കിടക്കുന്നവരെ അങ്ങ് സുഖപ്പെടുത്തി നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിരസ്സ് നമിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥന് നമ്മളെ ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്